വെൽക്കം ടു ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ബില്ല് ഈസിയായി പ്രിപ്പയർ ചെയ്യാം എന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ലോഗിൻ ചെയ്യുക. നമ്മുടെ സോഫ്റ്റ്വെയർ ലോഗിൻ ചെയ്ത് വരുന്ന സെക്ഷനിൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞൊരു ഹെഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ എസ്റ്റിമേറ്റ് ബില്ലുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള ബില്ലുകൾ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പ്രീവിയസ് ഡേറ്റും ഫ്രം ഡേറ്റും ടു ഡേറ്റും അവിടെ ഉണ്ട്. അവിടെ ഏതാണോ പ്രീവിയസ് ഡേറ്റ് ആ ഡേറ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ബില്ലുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി പുതിയതായ ഒരു എസ്റ്റിമേറ്റ് ബില്ല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ന്യൂ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സെലക്ട് കസ്റ്റമർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. നമുക്ക് ആർക്കാണോ എസ്റ്റിമേറ്റ് ബില്ല് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ ഒരു കസ്റ്റമറെ നമ്മുടെ എസ്റ്റിമേറ്റ് സെക്ഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. അതിനായിട്ട് സെലക്ട് കസ്റ്റമർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാണോ ബില്ല് അടിക്കേണ്ടത് എസ്റ്റിമേറ്റ് ബില്ല് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ കസ്റ്റമറെ നമ്മുടെ ഈ ലിസ്റ്റിനകത്തുനിന്ന് സെർച്ച് ചെയ്തെടുക്കുക. ഇനി ഈ ലിസ്റ്റിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ ആഡ് ന്യൂ കസ്റ്റമർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ കസ്റ്റമറെ ആഡ് ചെയ്ത് ഈ വിൻഡോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അത് മുൻ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു കസ്റ്റമർ ക്രിയേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ആ കസ്റ്റമർ ഏതാണോ ആ കസ്റ്റമർ ലിസ്റ്റ് ഈ ഒരു കസ്റ്റമർ ലിസ്റ്റിലേക്ക് കസ്റ്റമർ വന്നിട്ടുണ്ടാവും. അപ്പം ഈ ഒരു ലിസ്റ്റിനകത്തുനിന്ന് നമുക്ക് വേണ്ട കസ്റ്റമർ ആരാണോ ആ കസ്റ്റമറെ ചൂസ് ചെയ്യുക. ഒന്നെങ്കിൽ കസ്റ്റമറെ ചൂസ് ചെയ്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമറെ സെലക്ട് ചെയ്തിട്ട് കീബോർഡിലേക്ക് എൻ്റർ കീ പ്രസ് ചെയ്യുക. ശേഷം നമുക്ക് വേണ്ട ഐറ്റംസ് ഏതാണോ ആ ഐറ്റംസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് കീബോർഡിലേക്ക് എൻ്റർ കീ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ലിസ്റ്റുകളെല്ലാം വന്നിട്ടുണ്ടാവും. അതിനകത്തുനിന്ന് നമുക്ക് ലെറ്റേഴ്സ് വെച്ചോ ഐറ്റം കോഡ് വെച്ചോ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏതൊക്കെയാണോ ഉള്ള നമ്മുടെ ഐറ്റംസ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തെടുക്കുക. ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം അതിന്റെ റേറ്റും കാര്യങ്ങളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റേറ്റിൽ ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു എസ്റ്റിമേറ്റ് ബില്ലിനകത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ടോ കാര്യങ്ങളോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എസ്റ്റിമേറ്റ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ്റ്റിമേറ്റ് ഡിസ്കൗണ്ട് നമുക്ക് പെർസെന്റേജിലോ എമൗണ്ടിലോ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. ശേഷം നമുക്ക് ഈ ഒരു എസ്റ്റിമേറ്റ് ബില്ലിന്റെ പ്രിവ്യൂ കാണണമെന്നുണ്ടെങ്കിൽ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബില്ലിന്റെ പ്രിവ്യൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാം. സേവ് ചെയ്യുന്നതോടുകൂടി തന്നെ ഈ എസ്റ്റിമേറ്റ് ബില്ല് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ അടിച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് ബില്ല് ഇവിടെ വന്നിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.